2015 നവംബർ വരെയുള്ള മാസങ്ങളിലായി 4.2 കോടി യാത്രക്കാർ ദുബായ് വഴി കടന്നുപോയതായി ഇമിഗ്രേഷൻ വകുപ്പ്. കഴിഞ്ഞ 11 മാസങ്ങളിലായി 1.2 കോടി വിസകൾ ഇമിഗ്രേഷൻ വകുപ്പ് വിതരണം ചെയ്തതായും അധികൃതർ വെളിപ്പെടുത്തി. ദുബായിലേക്കുള്ള സന്ദർശനാനുമതിക്കായി ലക്ഷക്കണക്കിന് അപേക്ഷകളാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലഭിക്കുന്നതെന്ന് ഇമിഗ്രേഷൻ വകുപ്പ് മേധാവി മേജർ ജനറൽ മുഹമ്മദ് അഹമ്മദ് ആൽമറി അറിയിച്ചു. ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ പ്രദർശനമേളയ്ക്ക് ദുബായിൽ തുടക്കമായി. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ ദുബായ് നഗരസഭാ ഡയറക്ടർ ജനറൽ എഞ്ചിനീയർ ഹുസൈൻ നാസർ ലൂത്ത ഉദ്ഘാടനം നിർവഹിച്ചു. റിപ്പോർട്ടിലേക്ക്. മിഡിൽ ഈസ്റ്റിലെ വിപണിയിൽ അതിവേഗം പിടിമുറുക്കുന്ന ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ ഏറ്റവും വലിയ പ്രദർശനമാണ് ദുബായിൽ ആരംഭിച്ചത്. തുണിത്തരങ്ങൾ, ഗാർഹികോപകരണങ്ങൾ, കെട്ടിട നിർമ്മാണ സാമഗ്രികൾ തുടങ്ങിയവയാണ് പ്രദർശിപ്പിക്കുന്നത്. 1300 പ്രദർശകർ ആണ് മേളയിൽ പങ്കെടുക്കുന്നത്. മേള ദുബായ് നഗരസഭ ഡയറക്ടർ ജനറൽ എഞ്ചിനീയർ ഹുസൈൻ നാസർ ലൂത്ത ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന ചടങ്ങിൽ ചൈനയുടെ ദുബായ് കോൺസുൽ ജനറൽ ലീ ലിങ് ബിങ് അടക്കം നിരവധി പ്രമുഖർ പങ്കെടുത്തു. ഇത് 6ാമത്തെ വർഷമാണ് പ്രദർശനമെന്ന് സംഘാടകരായ എമ്മി ഓറിയന്റ് ഇന്റർനാഷണൽ എക്സിബിഷൻ അധികൃതർ അറിയിച്ചു. സൗദി അറേബ്യ, ഖത്തർ, കുവൈറ്റ്, ഒമാൻ, ലെബനൻ തുടങ്ങിയ മേഖലകളിൽ നിന്ന് ഉപഭോക്താക്കൾ എത്തുമെന്ന് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ജിനു പിള്ള വ്യക്തമാക്കി. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രദർശനങ്ങൾ നടത്താറുണ്ടെന്നും അടുത്തത് ഇന്ത്യയിലായിരിക്കുമെന്നും അധികൃതർ അറിയിച്ചു. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ നടക്കുന്ന മേള ഡിസംബർ 10-ന് സമാപിക്കും. ന്യൂസ് ബ്യൂറോ, ദുബായ്. കുവൈറ്റിൽ ഗാർഹിക തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്നതിന് അംഗീകൃത ഏജൻസികളെ മാത്രമേ ആശ്രയിക്കാവൂ എന്ന് കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. സോഷ്യൽ മീഡിയകളിലൂടെ അനധികൃത ഏജൻസികൾ ഹൗസ് മെയ്ഡന്മാരെ ദിവസക്കൂലിക്കും മണിക്കൂർ നിരക്കിലും നൽകുന്നുവെന്ന പ്രചരണം നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. സ്വദേശികൾക്കും വിദേശികൾക്കും കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം കുടിയേറ്റ വിഭാഗത്തിലെ കുറ്റാന്വേഷണ തലവൻ ബ്രിഗേഡിയർ സൗദ് അബ്ദുള്ള അൽ ഖാദർ, മീഡിയ വിംഗ് മേധാവി ആദിൽ അൽ ഹഷാഷ് തുടങ്ങിയവരാണ് വ്യാജ റിക്രൂട്ട്മെന്റ് ഏജൻസികളുടെ തട്ടിപ്പിൽ കുരുങ്ങരുതെന്ന് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. പ്രവാസികൾക്കിടയിൽ നിന്നും മികച്ച സാഹിത്യരചനകൾ ഉണ്ടാകുന്നുണ്ടെന്ന് നടനും സംവിധായകനും എഴുത്തുകാരനുമായ മധുപാൽ പറഞ്ഞു. പുന്നൂർകുളം ആർട്സ് റിക്രിയേഷൻ സെന്ററിന്റെ മാധവിക്കുട്ടി കമല സുരയ്യ സാഹിത്യ പുരസ്കാര സമർപ്പണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുരസ്കാരം സുറാബ് അവാർഡ് ഏറ്റുവാങ്ങി. സുറാബിന്റെ ഒരു ബഷീറിയൻ ഗ്രാമം എന്ന കഥയ്ക്കാണ് അവാർഡ് ലഭ്യമായത്. ഗിരിജൻ ഇളയാട്ടിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പുന്നയൂർകുളം സൈനുദ്ദീൻ, ബിജോയ് ഇബ്രാങ്ങാട്ടിൽ, ജനാർദ്ദനൻ ഇളയാട്ട്, ജയൻ കല്ലൂർ തുടങ്ങിയവർ സംസാരിച്ചു. സോഷ്യൽ മീഡിയയിലൂടെയും മൊബൈൽ ഫോണിലൂടെയും ഭീഷണിപ്പെടുത്തൽ, ബ്ലാക്ക്മെയിൽ ചെയ്യൽ എന്നിവയ്ക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് സൗദി പോലീസ് അറിയിച്ചു. ഇത്തരം സംഭവങ്ങളിൽ പോലീസ് സ്റ്റേഷനുകളിൽ ഹാജരാവാതെ തന്നെ ബന്ധപ്പെട്ടവർക്കെതിരെ പരാതി നൽകുന്നതിന് സൗദി പോലീസ് പുതിയ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സൗദിയിലെങ്ങും കൊടും തണുപ്പ് തുടരുകയാണ്. സൗദിയിൽ ഏറ്റവും ശക്തമായ തണുപ്പ് അനുഭവപ്പെടുന്നത് യാഹിൽ, തുറൈഫ്, ഖറിയാത്ത്, അറാർ, റഫ തുടങ്ങിയ പട്ടണങ്ങളിലാണ് എന്ന് അധികൃതർ അറിയിച്ചു. ഇവിടങ്ങളിലെ താപനില 0 ഡിഗ്രിയിലും താഴേക്ക് പോയി. തബൂക്കിൽ താപനില 2 ഡിഗ്രിയാണ്. ഖിസിയും അൽജൌഫ് എന്നിവിടങ്ങളിൽ 3 ഡിഗ്രിയും, ഹഫർ ബദാനിൽ 4 ഡിഗ്രിയും, ദവാത്മിയിൽ 4.6 ഡിഗ്രിയും, മക്ക, മദീന, അസീർ, നജ്റാൻ, അൽബാഹ, കിഴക്കൻ പ്രവിശ്യ തുടങ്ങിയ മേഖലകളിലും നല്ല ശൈത്യം അനുഭവപ്പെടുന്നുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി. അടുത്ത ദിവസങ്ങളിലും അതിശൈത്യം തുടരുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രങ്ങൾ നൽകുന്ന മുന്നറിയിപ്പ്. സൗദിയിലെ വ്യവസായ നഗരങ്ങളുടെ എണ്ണം 34 ഉയർന്നതായി സൗദി വ്യവസായ നഗര അതോറിറ്റി മേധാവി എഞ്ചിനീയർ സാലിഖ് ഇബ്രാഹിം അൽ റഷീദി പറഞ്ഞു. 2008-ൽ 14 വ്യവസായ നഗരങ്ങൾ മാത്രമാണ് സൗദിയിലുണ്ടായിരുന്നത്. ദമാം 3ാമത് വ്യവസായ മേഖലയിൽ 3M എന്ന കമ്പനിയുടെ സൗദി സംരംഭത്തിന്റെ തറക്കല്ലിടിയിൽ കർമ്മം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പ്രമുഖ ജ്വല്ലറി ഗ്രൂപ്പായ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അൽ ബറാഹ ഹോസ്പിറ്റലിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും രക്തദാന യജ്ഞവും സംഘടിപ്പിക്കുന്നു. ദുബായ് മുനിസിപ്പാലിറ്റി ക്ലിനിക്, ആസ്റ്റർ ഹെൽത്ത് കെയർ സെന്ററുകൾ, പ്രൈം ഹോസ്പിറ്റൽ, മാഞ്ചസ്റ്റർ ക്ലിനിക്, മക്തൂം ബിൽ ഹംദാൻ ഡെന്റൽ കോളേജ് ആൻഡ് ലൈഫ് ഫാർമസി ഗ്രൂപ്പ് എന്നിവയുടെ സഹകരണത്തോടെ ഡിസംബർ 11-ന് രാവിലെ 8 മുതൽ 6 വരെയാണ് ക്യാമ്പ്. രജിസ്ട്രേഷന് 05010789116 05021179116 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടണമെന്നും അധികൃതർ അറിയിച്ചു.
മഴക്കെടുതിയിൽ ദുരിതമനുഭവിക്കുന്ന ചെന്നൈ നിവാസികൾക്ക് സഹായമെത്തിക്കാൻ പ്രധാനമന്ത്രിയുടെയും തമിഴ്നാട് മുഖ്യമന്ത്രിയുടെയും ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായധനം അയക്കാൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾക്ക് സൗജന്യ സേവനവുമായി UAE എക്സ്ചേഞ്ച് നിശ്ചിത 2 അക്കൗണ്ടുകളിലേക്ക് പണം അയക്കുന്നതിൽ നിന്ന് കമ്മീഷൻ ഈടാക്കില്ലെന്ന് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ പ്രമോദ് മങ്ങാട്ട് അറിയിച്ചു. മതങ്ങളും ലോകസമാധാനവും എന്ന പ്രമേയത്തിൽ കുവൈറ്റ് ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ പീസ് കോൺഫറൻസ് സംഘടിപ്പിച്ചു. ഇന്ത്യൻ സ്ഥാനപതി സുനിൽ ജെയിൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വ്യക്തിക്ക് മതം തിരഞ്ഞെടുക്കുന്നതിന് കുറഞ്ഞ പ്രായപരിധി 18 വയസ്സാക്കി നിശ്ചയിക്കണമെന്ന് മുഖ്യപ്രഭാഷണത്തിൽ സ്വാമി അഗ്നിവേശ് അഭിപ്രായപ്പെട്ടു. ഡോക്ടർ ഹുസൈൻ മടവൂർ, ഫാദർ എബി പോൾ, ബഷീർ പട്ടേൽ താഴം തുടങ്ങിയവരും സംസാരിച്ചു. കുവൈറ്റിലെ പ്രമുഖ ധനവിനിമയ സ്ഥാപനമായ ലുലു എക്സ്ചേഞ്ചിന്റെ 18ാമത് ശാഖ മഹ്ബൂലയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. മഹ്ബൂലയിലെ 3ാമത്തെ ബ്രാഞ്ച് ആണിത്. ലുലു എക്സ്ചേഞ്ച് കൺട്രി മാനേജർ KNS ദാസ്, ഷൈജു മോഹൻദാസ്, ഷഫാസ് അഹമ്മദ് തുടങ്ങിയവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. മലപ്പുറം വേങ്ങര ചേറൂർ സ്വദേശി മുഹമ്മദ് റാഷിദ് പുല്ലാടൻ സൗദിയിലെ റാബിഗിൽ വാഹനാപകടത്തിൽ മരണമടഞ്ഞു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ റാഷിദിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 25 വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുന്ന നവോദയ കിലോ 5 ഏരിയ ജീവകാരുണ്യ കൺവീനർ ഉമ്മർ പട്ടാമ്പിക്ക് യാത്രയയപ്പ് നൽകി. ഉസ്മാൻ ചെറുകര അധ്യക്ഷം വഹിച്ച യോഗത്തിൽ നവാസ് വെമ്പായം, ഷിബു തിരുവനന്തപുരം തുടങ്ങിയവർ സംസാരിച്ചു. നവോദയ സാംസ്കാരിക വേദി ഈസ്റ്റേൺ പ്രൊവിൻസ് കേന്ദ്ര കമ്മിറ്റി അംഗം MR ചന്ദ്രന്റെ മാതാവ് അമ്മൂട്ടി നിര്യാതയായി. സംസ്കാരം നാളെ രാവിലെ 11 മണിക്ക് തറവാട്ട് വളപ്പിൽ നടക്കും. നിര്യാണത്തിൽ നവോദയ കേന്ദ്ര കമ്മിറ്റി അനുശോചനം രേഖപ്പെടുത്തി. അൽഹസ കുടുംബവേദിയുടെ നേതൃത്വത്തിൽ ക്യാൻസർ രോഗത്തെക്കുറിച്ച് ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കിങ് ഫൈസൽ യൂണിവേഴ്സിറ്റിയിലെ ക്യാൻസർ രോഗ വിദഗ്ധൻ ഡോക്ടർ അബ്ദുൽ വദൂദ് ക്ലാസ് എടുത്തു. അൽഹസ ഏരിയ പ്രസിഡന്റ് കൃഷ്ണൻ കൊയിലാണ്ടി അധ്യക്ഷനായിരുന്നു. സോഷ്യൽ മീഡിയയിലൂടെയും മൊബൈൽ ഫോണിലൂടെയും ഭീഷണിപ്പെടുത്തൽ, ബ്ലാക്ക്മെയിൽ ചെയ്യൽ എന്നിവയ്ക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് സൗദി പോലീസ് അറിയിച്ചു. അത്തരം സംഭവങ്ങളുടെ പേരിൽ പോലീസ് സ്റ്റേഷനുകളിൽ ഹാജരാവാതെ തന്നെ ബന്ധപ്പെട്ടവർക്കെതിരെ പരാതി നൽകുന്നതിന് സൗദി പോലീസ് പുതിയ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മുഖേന തന്നെ പരാതി സമർപ്പിക്കുന്നതിനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളതെന്ന് സൗദി പോലീസ് ഡയറക്ടർ അറിയിച്ചു. ഈ ലക്ഷ്യമിട്ട് 5 ഇലക്ട്രോണിക് ഫോമുകൾക്ക് രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. കുറ്റകൃത്യങ്ങളുടെ സ്വഭാവം അനുസരിച്ച് ഈ ഫോമുകൾ പൂരിപ്പിച്ചു നൽകുകയാണ് ചെയ്യുക. സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും വ്യക്തിഹത്യ നടത്തുന്ന അടക്കമുള്ള വ്യാപക പരാതികൾ കൂടി വരുന്ന സാഹചര്യത്തിലാണ് ഇത്തരം ഒരു നടപടി. പരാതികളുടെ സ്വഭാവം അനുസരിച്ചാണ് നടപടികൾ കൈക്കൊള്ളുക. വിദേശികൾക്കെതിരെയാണ് പരാതിയെങ്കിൽ ഉടൻ അവരുടെ വിവരങ്ങൾ സൗദി ദേശീയ ഇൻഫർമേഷൻ സെന്ററിന് കൈമാറും. പിന്നീട് ഇവയിൽ തീർപ്പ് കൽപ്പിക്കാതെ നാടുവിടാൻ കഴിഞ്ഞെന്ന് വരില്ലെന്ന് വിദഗ്ധർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, ദമാം. മലർവാടി അൽഖോബാർ സോണിന്റെ ആഭിമുഖ്യത്തിൽ സ്നേഹമൽഹാർ കലാകായികമേളയിൽ പങ്കെടുത്ത മലർവാടി അംഗങ്ങൾക്ക് സമ്മാന വിതരണം സംഘടിപ്പിച്ചു. ദമാം ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ ഭരണസമിതി അംഗം CK റഷീദ് ഉമർ, മലർവാടി കോർഡിനേറ്റർ O അബ്ദുൾ റഷീദ്, സലീം ജിയോർഡാനോ, MK ഷാജഹാൻ തിരുവനന്തപുരം, നൂറുദ്ദീൻ എറണാകുളം തുടങ്ങിയവർ സമ്മാന വിതരണം നടത്തി. മറ്റു വാർത്തകളിലേക്ക്. മുല്ലപ്പെരിയാറിൽ നീരൊഴുക്ക് കൂടിയതോടെ അണക്കെട്ടിന്റെ 3 ഷട്ടറുകൾ വീണ്ടും തുറന്നു. അണക്കെട്ടിലെ ജലനിരപ്പ് 141.8 അടിയായി ഉയർന്നിട്ടുണ്ട്. വൃഷ്ടി പ്രദേശത്ത് മഴ തുടരുന്നതിനാലാണ് ജലനിരപ്പ് ഉയരുന്നത്. ജലനിരപ്പ് 141 അടിയായി നിലനിർത്താൻ ഇടുക്കി, തേനി ജില്ലാ കളക്ടർമാർ തമ്മിൽ നടത്തിയ ചർച്ചയിൽ ധാരണയായി. ഇക്കാര്യത്തിൽ തമിഴ്നാടിന്റെ അനുമതി ലഭിച്ചാൽ വെള്ളം കേരളത്തിലേക്ക് തുറന്നുവിടും. പകൽ സമയം വെള്ളം സ്പിൽവേ വഴി ഇടുക്കി അണക്കെട്ടിലേക്ക് ഒഴുക്കിവിടാനാണ് തീരുമാനം. പെരിയാറിന്റെ തീരത്തുള്ളവർക്ക് ജില്ലാ ഭരണകൂടം അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ സഭയിൽ ഇന്ന് പ്രതിപക്ഷ പ്രതിഷേധമുണ്ടായി. സർക്കാർ തുടരുന്ന നിസ്സംഗത സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ES ബിജിമോൾ MLA അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുകയായിരുന്നു. കേന്ദ്ര സർക്കാരിനെ ഇടപെടുത്തി ഭരണപരവും നിയമപരവുമായി ആവുന്നതെല്ലാം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് അപകടകരമാം വിധം ഉയരുന്നതിലെ ആശങ്ക ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ES ബിജിമോളാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. ജനങ്ങളുടെ ആശങ്ക, സുരക്ഷ എന്നീ കാര്യങ്ങളിൽ സർക്കാർ യാതൊന്നും ചെയ്തിട്ടില്ല. ഓപ്പറേഷൻ മാനുവൽ തമിഴ്നാട് പാലിച്ചില്ല. ഇത്തരത്തിൽ ഗുരുതരമായ സ്ഥിതിവിശേഷമുണ്ടായിട്ടും സർക്കാർ അലംഭാവം കാട്ടുന്നുവെന്ന് ES ബിജിമോൾ കുറ്റപ്പെടുത്തി. കോടതി നിർദ്ദേശങ്ങൾ ബാധകമല്ല എന്ന നിലപാട് തമിഴ്നാട് സർക്കാർ സ്വീകരിക്കുകയാണെന്നും ബിജിമോൾ പറഞ്ഞു.
അതേസമയം ജലനിരപ്പ് 142 അടിയായി നിലനിർത്താമെന്ന സുപ്രീം കോടതി വിധി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ സർക്കാരിന് എന്തു ചെയ്യാൻ കഴിയുമെന്നത് പരിശോധിക്കേണ്ടതുണ്ടെന്ന് മന്ത്രി PJ ജോസഫ് മറുപടിയായി സഭയെ അറിയിച്ചു. ഓപ്പറേഷൻ ഷെഡ്യൂൾ പാലിക്കണമെന്നാവശ്യപ്പെട്ട ഒറിജിനൽ OP സുപ്രീം കോടതിയിൽ നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാന സർക്കാരിന് പരിമിതികളുണ്ടെന്ന് പറഞ്ഞാണ് മുഖ്യമന്ത്രി വിഷയത്തിൽ സംസാരിച്ചത്. തമിഴ്നാട് നിഷേധാത്മക നിലപാട് സ്വീകരിക്കുന്നു. ഇത് അത്യന്തം പ്രതിഷേധാർഹവും ദുഃഖകരവുമാണ്. കേന്ദ്ര ജലവിഭവ വകുപ്പ് മന്ത്രിയുമായും പ്രധാനമന്ത്രിയുമായും കൂടിക്കാഴ്ച നടത്തി കേരളത്തിന്റെ ആശങ്ക പങ്കുവയ്ക്കും. കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ ഇടപെടലിനായി ആവശ്യപ്പെടുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് 136 അടി കഴിയുമ്പോൾ കേന്ദ്ര ജല കമ്മീഷൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിക്കും. സ്പിൽവേ ഷട്ടറുകൾ തുറക്കുമ്പോൾ സ്വീകരിക്കേണ്ട നടപടികളിൽ തമിഴ്നാട് നടത്തുന്ന ലംഘനം സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരും. ഒപ്പം നീരൊഴുക്ക് വർദ്ധിക്കുമ്പോൾ തമിഴ്നാട് വൈഗ ഡാമിലേക്ക് ഒഴുക്കിക്കൊണ്ടുപോകുന്ന ജലത്തിന്റെ അളവിൽ കുറവ് വരുത്തുന്നതടക്കം സൂപ്പർവൈസറി കമ്മിറ്റിയുടെ തീരുമാനം പാലിക്കാത്ത കാര്യങ്ങൾ കോടതിയിൽ ബോധ്യപ്പെടുത്തി ഭരണപരവും നിയമപരവുമായി ചെയ്യാവുന്നതെല്ലാം സർക്കാർ ചെയ്യുമെന്നും മുഖ്യമന്ത്രി നിയമസഭയ്ക്ക് ഉറപ്പു നൽകി. അതേസമയം കേരളത്തിന്റെ ശബ്ദമുയർത്താൻ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല. മുല്ലപ്പെരിയാർ കേസിൽ തമിഴ്നാടിന് അനുകൂലമായ വിധിയുടെ ഉത്തരവാദികൾ മുഖ്യമന്ത്രിയും മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമാണെന്ന് VS അച്യുതാനന്ദൻ പറഞ്ഞു. മുല്ലപ്പെരിയാർ വിഷയം കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. എന്നാൽ മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെയും വിശദീകരണത്തെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് അനുമതി നിഷേധിച്ചു. സുനിൽ അരിമാനു, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ജലനിരപ്പ് കുറയുന്നതിനാൽ ആശങ്ക വേണമെന്ന് കേന്ദ്ര ജലവിഭവ സെക്രട്ടറി റിപ്പോർട്ട് നൽകി. കോടതി വിധി ഉള്ളതിനാൽ ഇടപെടുന്നതിൽ പരിമിതിയുണ്ട്. ആവശ്യമെങ്കിൽ ഇടപെടാമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മുല്ലപ്പെരിയാറിൽ കേരളത്തിന്റെ ആശങ്ക പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഇടതെമ്പിമാരായ ജോയിസ് ജോർജ്, MP രാജേഷ്, PK ശ്രീമതി എന്നിവർ ഇന്നലെ കേന്ദ്ര ജലവിഭവ വകുപ്പ് മന്ത്രി ഉമാഭാരതിയെ കണ്ടിരുന്നു. വിഷയത്തിലിടപെട്ട ഉമാഭാരതി ജലവിഭവ വകുപ്പ് സെക്രട്ടറിയോട് റിപ്പോർട്ട് തേടി. ഈ റിപ്പോർട്ടിൽ മുല്ലപ്പെരിയാറിൽ ആശങ്കപ്പെടേണ്ട സ്ഥിതിവിശേഷമില്ലെന്നാണ് മന്ത്രാലയം ചൂണ്ടിക്കാണിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി ജലനിരപ്പ് ഉയർന്നു. പക്ഷേ ഉടൻ തന്നെ ഷട്ടറുകൾ തുറന്ന് ജലനിരപ്പ് താഴ്ത്തി. അതുകൊണ്ട് തന്നെ ഭീതിജനകമായ സ്ഥിതിവിശേഷം നിലനിൽക്കുന്നില്ല. കൂടാതെ വിഷയത്തിൽ കേന്ദ്രം ഇടപെടുന്നതിന് പരിമിതിയുണ്ടെന്നും ജലവിഭവ വകുപ്പ് സെക്രട്ടറി മന്ത്രിക്ക് നൽകിയ 4 പേജുള്ള റിപ്പോർട്ടിൽ പറയുന്നു. സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്ന കേസുകളും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. കഴിഞ്ഞ ദിവസം MP-മാർ ചൂണ്ടിക്കാണിച്ച ആശങ്കകൾ പൂർണ്ണമായും തള്ളുന്നതാണ് റിപ്പോർട്ട്. അതേസമയം മുല്ലപ്പെരിയാർ വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള അടിയന്തര പ്രമേയം സ്പീക്കർ സുമിത്രാ മഹാജൻ തള്ളി. ഇടുക്കി MP ജോയിസ് ജോർജും NK പ്രേമചന്ദ്രനുമാണ് ലോക്സഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ജനുവരി 15 മുതൽ ഫെബ്രുവരി 14 വരെ CPIM സംസ്ഥാന പ്രചരണ ജാഥ സംഘടിപ്പിക്കും. പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ ജാഥ നയിക്കും. അഴിമതിക്കും വർഗീയതയ്ക്കുമെതിരെയാണ് ജാഥ സംഘടിപ്പിക്കുന്നത്. CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ നയിക്കുന്ന സംസ്ഥാന പ്രചരണ ജാഥയ്ക്ക് ജനുവരി 15 തുടക്കമാകും. കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്ന ജാഥ ഫെബ്രുവരി 14 തിരുവനന്തപുരത്ത് അവസാനിക്കും. പിണറായി വിജയൻ ഉൾപ്പെടെ 7 പേർ സ്ഥിരാംഗങ്ങളാകും. MV ഗോവിന്ദൻ, KJ തോമസ്, PK സൈനബ, MP രാജേഷ്, PK ബിജു, A സമ്പത്ത് എന്നിവരാണ് സ്ഥിരാംഗങ്ങൾ. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ജാഥയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തെറ്റായ നയങ്ങൾ വിശദീകരിക്കും. അഴിമതിക്കും വർഗീയതയ്ക്കും എതിരായ നിലപാടുകൾ ജനങ്ങൾക്ക് മുന്നിൽ ഉന്നയിക്കുമെന്ന് CPIM സംസ്ഥാന കമ്മിറ്റി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. തിരുവനന്തപുരത്ത് ചേർന്ന സംസ്ഥാന കമ്മിറ്റിയാണ് ജാഥാംഗങ്ങളെയും തീയതിയും തീരുമാനിച്ചത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ദില്ലി സന്ദർശനത്തിനെ കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരങ്ങളുമായി കേരള ഹൗസ് സരിതാ നായരുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് ആരോപണം നേരിടുന്ന 2012 ഡിസംബർ 27 മുഖ്യമന്ത്രിക്ക് ദില്ലിയിൽ ഔദ്യോഗിക പരിപാടികൾ ഉണ്ടായിരുന്നില്ല എന്ന് വിവരാവകാശ രേഖയിൽ പറയുന്നു. മുഖ്യമന്ത്രിയുടെ സ്റ്റാഫ് അതേ ദിവസം കൂടെ താമസിച്ചിട്ടില്ല എന്നും വിവരാവകാശ രേഖയിൽ പറയുമ്പോൾ പേഴ്സണൽ സെക്രട്ടറി ഉണ്ടായിരുന്നുവെന്ന് ലെഡ്ജറിൽ വ്യക്തമാകുന്നു. രേഖകളുടെ പകർപ്പ് പീപ്പിൾ TVക്ക് ലഭ്യമായി. 2012 ഡിസംബർ 27 സരിതാ നായർ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ ദില്ലിയിൽ വെച്ച് കണ്ടുവെന്ന് ബിജു രാധാകൃഷ്ണൻ സോളാർ കമ്മീഷന് മൊഴി നൽകിയിരുന്നു. ഇതേ ദിവസം തന്നെ വിജ്ഞാൻ ഭവനിൽ പ്രധാനമന്ത്രി വിളിച്ചു ചേർത്ത ദേശീയ വികസന കൗൺസിൽ യോഗത്തിനിടെ സരിതാ നായർ ഉമ്മൻചാണ്ടിയെ കണ്ടുവെന്ന ആരോപണവും നിലനിൽക്കുന്നുണ്ട്. അന്നേ ദിവസത്തെ മുഖ്യമന്ത്രിയുടെ ദില്ലിയിലെ പരിപാടികളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ തേടിയുള്ള വിവരാവകാശ അപേക്ഷയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരങ്ങളാണ് കേരള ഹൗസ് അധികൃതർ നൽകിയത്. 2012 ഡിസംബർ 26 രാത്രി 11:20 ദില്ലിയിൽ വന്ന മുഖ്യമന്ത്രി 27 വൈകുന്നേരം 5 മണിക്ക് തിരിച്ചുപോയെന്നാണ് വിവരാവകാശ രേഖ. എന്നാൽ ഈ ദിവസങ്ങളിൽ മുഖ്യമന്ത്രി ഏതെങ്കിലും ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുത്തതായി കേരള ഹൗസിലെ ലൈസൺ ഓഫീസിൽ രേഖകളില്ലെന്നാണ് അഡീഷണൽ റെസിഡന്റ് കമ്മീഷണറുടെ ഓഫീസിൽ നിന്നും വിവരാവകാശ നിയമം വഴി ലഭിച്ച മറുപടി. മുഖ്യമന്ത്രിയുടെ കൂടെ സ്റ്റാഫ് അംഗങ്ങൾ ആരും മുറിയെടുത്ത് താമസിച്ചിട്ടില്ല എന്നും വിവരാവകാശ രേഖയിലുണ്ട്.
എന്നാൽ കേരള ഹൗസിൽ നിന്ന് ലഭിച്ച ലെഡ്ജറിന്റെ പകർപ്പിൽ മുഖ്യമന്ത്രി 204 നമ്പർ മുറിയിലും അദ്ദേഹത്തിന്റെ പേഴ്സണൽ സെക്രട്ടറി 203 നമ്പർ മുറിയിലും താമസിച്ചു എന്ന് വ്യക്തമാകുന്നു. ഉമ്മൻചാണ്ടിയുടെ ദില്ലിയിലെ സഹായിയും സോളാർ വിവാദത്തിൽ ഉൾപ്പെട്ടയാളുമായ തോമസ് കുരുവിളയാണ് 203 നമ്പർ മുറിയിൽ താമസിച്ചതെന്നും അഭ്യൂഹങ്ങളുണ്ട്. ദില്ലിയിലെ സരിത ഉമ്മൻചാണ്ടി കൂടിക്കാഴ്ച വീണ്ടും വിവാദമായ സാഹചര്യത്തിൽ ആശയക്കുഴപ്പം വർദ്ധിപ്പിക്കുന്നതാണ് കേരള ഹൗസിൽ നിന്ന് ലഭിച്ച രേഖയിലെ വൈരുദ്ധ്യങ്ങൾ. എം സന്തോഷ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. സർക്കാർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐയുടെയും എഐവൈഎഫിന്റെയും നേതൃത്വത്തിൽ നിയമസഭയിലേക്ക് മാർച്ച് നടത്തി. നിയമസഭയ്ക്ക് 100 മീറ്റർ അകലെ മാർച്ച് പോലീസ് തടഞ്ഞു. ഇതേ തുടർന്ന് നേരിയ സംഘർഷം ഉടലെടുത്തു. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കിയും പ്രയോഗിച്ചു. DGPമാർ ചുമതലയേറ്റു. ലോക്നാഥ് ബെഹ്റയും ഋഷിരാജ് സിംഗും ചുമതലയേറ്റു. DGP ഋഷിരാജ് സിംഗ് ജയിൽ മേധാവിയായാണ് ചുമതലയേറ്റത്. ലോക്നാഥ് ബെഹ്റ ഫയർഫോഴ്സ് മേധാവിയായും ചുമതലയേറ്റു. നിയമനത്തിൽ പ്രതിഷേധിച്ച് ഇരുവരും അവധിയിലായിരുന്നു. 14-കാരിയായ പെൺകുട്ടിയെ പള്ളിമേടയിൽ വെച്ച് പീഡിപ്പിച്ച സംഭവത്തിൽ വൈദികൻ അറസ്റ്റിലായി. തൃശൂർ അരിപ്പാലം പാതിശ്ശേരി വീട്ടിൽ എഡ്വിൻ ഫിഗറോസാണ് അറസ്റ്റിലായത്. ഇയാൾ കഴിഞ്ഞ ചില മാസങ്ങളായി ഒളിവിലായിരുന്നു. എറണാകുളം പുത്തൻവേലിക്കര കുരിശിങ്കൽ പള്ളി വികാരിയായിരുന്ന സമയത്താണ് എഡ്വിൻ ഫിഗറോസ് പെൺകുട്ടിയെ പീഡിപ്പിച്ചത്. സംഭവം വീട്ടിലറിഞ്ഞതിനെ തുടർന്ന് പെൺകുട്ടിയുടെ അമ്മ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പോലീസ് കേസെടുത്തതിനെ തുടർന്ന് പള്ളി വികാരി ഒളിവിൽ പോയി. ഇതിനിടെ ജാമ്യാപേക്ഷയുമായി കോടതിയിലുമെത്തി. പോലീസിൽ മൊഴി നൽകിയ ശേഷം എഡ്വിൻ ഫിഗറോ വീണ്ടും ഒളിവിലായി. ഇതിനിടെ ഇയാളുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതിയും സുപ്രീം കോടതിയും തള്ളി. പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചതിനെ തുടർന്ന് നാടകീയമായാണ് ഇയാൾ ആലുവ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയത്. ഡിവൈഎസ്പി പി ഷംസീർ. പുത്തൻവേലിക്കരയിലുള്ള പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ പീഡിപ്പിച്ച കേസിലെ പള്ളിയിലച്ചൻ എഡ്വിൻ ഫിഗറസ് ഇന്ന് ഇവിടെ എൻ്റെ ഓഫീസിൽ ഹാജരായതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ വടക്കേക്കര CIക്ക് ബാക്കി നടപടികൾക്കായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഇതുവരെ ഒളിവിലായിരുന്നു. സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ആൻറ്റിസിപ്പേറ്ററി ബെയിൽ മൂവ് ചെയ്തു. അതൊക്കെ തള്ളി എത്ര നാളും ഒളിവിലായിരുന്നു. ഒളിവ് കാലത്തിനിടയിൽ ഇയാൾ 1 മാസക്കാലം ഗൾഫിലും താമസിച്ചിരുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. മൊഴി നൽകാനെത്തിയപ്പോൾ പോലും പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യാതെ വിട്ടയച്ചതിനെതിരെ രൂക്ഷമായ വിമർശനം ഉയർന്നിരുന്നു. ഒളിവിൽ കഴിഞ്ഞിരുന്ന കാലത്ത് സുപ്രീം കോടതിയിൽ വരെ ജാമ്യഹർജി നൽകാനുള്ള സാഹചര്യം പോലീസ് നൽകുകയായിരുന്നുവെന്നും വിമർശനമുണ്ടായി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കേരള കേബിൾ TV ഫെഡറേഷൻ സംഘടിപ്പിക്കുന്ന കേബിൾ TV ഡിജിറ്റൽ എക്സിബിഷൻ ABCD എക്സ്പോ ഈ മാസം 10 മുതൽ 12 വരെ കൊച്ചിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ 10 രാവിലെ 10 കൊച്ചി മേയർ സൗമിനി ജെയിൻ എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്യും. വിദഗ്ധർ പങ്കെടുക്കുന്ന സെമിനാറുകളും പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. 15ഓളം ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് കമ്പനികളും പ്രദർശനത്തിൽ പങ്കെടുക്കുമെന്ന് KCF ഭാരവാഹികൾ അറിയിച്ചു. 59ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ എറണാകുളത്തിന് ഹാട്രിക് കിരീടം. കോതമംഗലം മാർബേസിലാണ് സ്കൂൾ തല ചാമ്പ്യന്മാർ. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന മേളയിൽ പറളി സ്കൂളിന്റെ കരുത്തിൽ പാലക്കാട് ജില്ല രണ്ടാമതെത്തി. 241 പോയിന്റ് നേടിയാണ് എറണാകുളം ജില്ല കിരീടം നിലനിർത്തിയത്. 25 സ്വർണവും 28 വെള്ളിയും 18 വെങ്കലവും എറണാകുളം സ്വന്തമാക്കി. രണ്ടാം സ്ഥാനത്തെത്തിയ പാലക്കാടിന് 225 പോയിന്റ് ലഭിച്ചു. 24 സ്വർണവും 23 വെള്ളിയും 21 വെങ്കലവുമാണ് പാലക്കാടിന്റെ നേട്ടം. ആതിഥേയരായ കോഴിക്കോട് 130 പോയിന്റ് നേടി 3ാം സ്ഥാനത്തെത്തി. കോതമംഗലത്തെ മാർബേസിൽ സെന്റ് ജോർജ് സ്കൂളുകളുടെ കരുത്തിലാണ് എറണാകുളത്തിന്റെ കിരീട നേട്ടം. പറളി, കല്ലടി സ്കൂളുകളുടെ മിന്നുന്ന പ്രകടനത്തിലാണ് പാലക്കാട് 2ാം സ്ഥാനം ഉറപ്പിച്ചത്. അവസാന നിമിഷം വരെ ഉദ്വേഗം നിലനിന്ന മേളയിൽ പറളിയെ മറികടന്ന് കോതമംഗലം മാർബേസിൽ കഴിഞ്ഞ തവണ കൈവിട്ട ചാമ്പ്യൻ പട്ടം തിരിച്ചുപിടിച്ചു. നിലവിലെ ചാമ്പ്യന്മാരായ സെന്റ് ജോർജിന് 6ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. കോഴിക്കോട് നേട്ടമുണ്ടാക്കിയത് ഉഷ സ്കൂളിന്റെ കരുത്തിലാണ്. അഞ്ജു ബോബി ജോർജ്, PT ഉഷ, ഹോക്കി താരം ശ്രീജേഷ് എന്നിവർ പങ്കെടുത്ത സമാപന ചടങ്ങിൽ ട്രോഫികൾ വിതരണം ചെയ്തു. കഴിഞ്ഞ തവണ 1 പോയിന്റിന് നഷ്ടമായ കിരീടവും ഉയർത്തിപ്പിടിച്ചാണ് മാർബേസിൽ കോതമംഗലത്തേക്ക് വണ്ടി കയറുന്നത്. ടീം പീപ്പിളിന് വേണ്ടി AK ലതീഷ്. റെക്കോർഡുകളുടെ എണ്ണത്തിലും റെക്കോർഡിട്ടാണ് 59ാമത് കായികമേള കൊടിയിറങ്ങിയത്. 23 റെക്കോർഡുകൾ തിരുത്തിയെഴുതിയപ്പോൾ 13 പേർ നാഷണൽ റെക്കോർഡ് മറികടന്നു. റെക്കോർഡുകളുടെ എണ്ണത്തിലും ചരിത്രമെഴുതിയാണ് 59ാമത് സംസ്ഥാന സ്കൂൾ കായികമേള കൊടിയിറങ്ങുന്നത്. 23 റെക്കോർഡുകളാണ് ഒളിമ്പ്യൻ റഹ്മാൻ സ്റ്റേഡിയത്തിൽ പിറന്നത്. പുറമെ റെക്കോർഡിനൊപ്പം എത്തുന്ന 2 പ്രകടനങ്ങൾ. 13 പേർ നാഷണൽ റെക്കോർഡ് മറികടന്ന പ്രകടനം കാഴ്ചവെച്ചു. 8 പേർ മീറ്റ് റെക്കോർഡ് മറികടന്നതും മേളയുടെ തിളക്കം കൂട്ടി.
ട്രിപ്പിൾ സ്വർണത്തോടെ 3 റെക്കോർഡും സ്വന്തം പേരിലാക്കിയ കോഴിക്കോട് ഉഷ സ്കൂളിലെ ജിസ്ന മാത്യുവാണ് മേളയിലെ താരം. സബ് ജൂനിയർ വിഭാഗം പെൺകുട്ടികളുടെ ഹൈജമ്പിൽ പറളി ഹയർ സെക്കൻഡറി സ്കൂളിലെ വി ജ്യോതിഷ 25 വർഷം പഴക്കമുള്ള റെക്കോർഡ് തകർത്തതിനും മേള സാക്ഷിയായി. കഴിഞ്ഞ മേളയിൽ 17 റെക്കോർഡുകളാണ് പിറന്നതെങ്കിൽ ഈ നേട്ടം കോഴിക്കോടിന്റെ സ്വന്തം അഭിമാനമായി കഴിഞ്ഞു.